ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് പുറപ്പെടാൻ പോവാണ്. ചേട്ടൻ്റെ കോസ്റ്റ്യൂം എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. ചെരുപ്പ് മാത്രം ചേട്ടൻ്റെ അല്ല, അത് അച്ഛൻ്റെയാണ്. അത് അടിച്ചു മാറ്റിയത്. ഫുഡ് അടിക്കാൻ നമ്മൾ മാത്രമല്ല, ചേട്ടൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ പുറത്ത് പോയി കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്ന് വാടക വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഇന്ന് കുറേ പണിയെടുത്ത് അപ്പോൾ തന്നെ നല്ല ക്ഷീണവും വന്ന് ആ ക്ഷീണം മാറ്റാനുള്ള പോക്കാണ് ഈ പോണത്. ഇന്നത്തെ തിരക്ക് കാരണം സൂര്യ ട്രിവാൻഡ്രത്ത് വന്നു പോയ കാര്യം പോലും ഞങ്ങൾ മറന്നുപോയി. അവിടെ നേരെ നമ്മൾ സ്പോട്ടിലെത്തി, അതായത് വിഴിഞ്ഞത്ത്. കിട്ടിയ ഒരു മണക്ക് സ്ഥലത്ത് കാറും പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് കടയിൽ കയറും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇഷ്ടംപോലെ കടയുണ്ട്, എല്ലാ കടയിലെ ആൾക്കാർ ഇങ്ങോട്ട് കയറി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ നറുക്കിട്ട് ഒരു കടയിലോട്ട് ചെന്ന് കയറി. ഞാൻ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സീ ഫുഡൊന്നും ഇതേവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോണത്. അതിൻ്റെ വലിയൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ചെന്നുടനെ മീൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ആവോലിയും പുന്നാര മീനുമാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ അവരത് പ്രിപ്പയർ ചെയ്ത് തരും. മീനിൻ്റെ പേരൊക്കെ കേട്ടപ്പോൾ ഒരുപാട് കൗതുകം തോന്നി. കാരണം നമ്മുടെ ഈ സൈഡിലോട്ടൊന്നും ഈ പുന്നാര മീനെന്ന് പറയുന്ന മീനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവും, വേറെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. കോംപ്ലിമെൻ്ററി ആയിട്ട് കട്ടനൊക്കെ കിട്ടി. പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. കുഞ്ഞു പിള്ളേർക്ക് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. എനിക്ക് പറ്റിയതല്ലെന്നറിയാം, എന്നാലും ചുമ്മാ കയറി ഒന്ന് മേഞ്ഞു നോക്കി. അപ്പോൾ സീ ഫുഡ് ട്രൈ ചെയ്യണമെങ്കിൽ നേരെ വിഴിഞ്ഞത്ത് സാൽമൺ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടോ. നല്ല പൊളപ്പ സാധനം കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി എവരെയൊക്കെ എവിടെ നിന്ന് പിക്ക് ചെയ്തോ അവിടെ തന്നെ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ. എല്ലാവരും അവരവരുടെ സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും മണി ഏകദേശം 1 ആയി. ഇനി വീട്ടുകാരെ ഉണർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് പെരയ്ക്കകത്തോട്ട് കയറാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.